ഷഫീദ്, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്തും ഇന്ന് ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്നത്? പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. പ്രവിത, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി SIR-മായി ബന്ധപ്പെട്ട ആശങ്ക അത് രാഷ്ട്രീയ പാർട്ടികളടക്കം ഉന്നയിച്ചിരുന്നു. കേരളത്തിൽ SIR-ൽ പരാതികൾ അറിയിക്കാനുള്ള സമയപരിധി നീട്ടി ഇന്നലെയാണ് വൈകിട്ടാണ് ഉത്തരവിറക്കിയത്. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് ഈ മാസം 30 വരെ പരാതി അറിയിക്കാം. തീയതി നീട്ടുമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. സുപ്രീം കോടതിയും സമയം നീട്ടാൻ നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നത്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം പ്രതികരണം നമുക്ക് ഇന്ന് ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കാം. കൂടാതെ കഴിഞ്ഞ ദിവസം ഈ സമുദായ സംഘടനകളായിട്ടുള്ള NSS-ഉം SNDP-യുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോൺഗ്രസിൽ ഒറ്റപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്നലെയാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നരേശനും ഒക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വലിയ വിമർശനവുമായി രംഗത്തെത്തിയത്. ഈ വിഷയത്തിൽ VD സതീശനെ പിന്തുണയ്ക്കാൻ KPCC അധ്യക്ഷനടക്കം പ്രധാന നേതാക്കൾ ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ നീക്കമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രബല ഹൈന്ദവ സമുദായ സംഘടനകളെ എതിരാക്കുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് പ്രധാന നേതാക്കൾ ഇപ്പോൾ മൗനം പാലിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ വിചിത്രമാണെന്നുമാണ് പ്രതിഭാഗം വാദം. ഈ വാജിവാഹനം തൊണ്ടി മുതലായ കോടതിയിൽ സമർപ്പിച്ചത് SITക്ക് കുരുക്കായിരിക്കുന്ന സാഹചര്യത്തിലാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതേസമയം ഈ സ്വർണ്ണക്കൊള്ളയിൽ ആദ്യ കേസെടുത്തിട്ട് 90 ദിവസം പിന്നിടുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കടക്കം സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, നാളെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം നാളെ മുതൽ ആരംഭിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം നയപ്രഖ്യാപനത്തോട് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റാണ് പ്രധാനം. ഈ മാസം 22, 27, 28 തീയതികളിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കും. ജനുവരി 29-നാണ് ബജറ്റ് നടക്കുക. ഏതായാലും അതടക്കം നിരവധി വാർത്തകൾ തിരുവനന്തപുരത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.